അൽഹംദുലില്ലാ മാഷാ അള്ളാ. അങ്ങനെ നമ്മളിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടോ വന്നത്. ചെറുപയർ തലേന്ന് കുതിർക്കാൻ വെച്ചിരുന്നു. ഒക്കെ കഴുകിങ്ങാണ്ട് ഒരു കുക്കർക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ്, അതേമാതിരി ഒരു തക്കാളി, ഒരു വലിയുള്ളി, സബോള അതൊക്കെ അരിഞ്ഞുങ്ങാണ്ട് ഇവിടെ ഇട്ടു. പിന്നെ ഇതാക്കി ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ നല്ലോണം കഴുകിങ്ങാണ്ട് 4 പീസാക്കിങ്ങാണ്ട് വെച്ചേക്കാണ് കേട്ടോ. അത് അച്ഛർക്ക് കുക്കർക്കാണ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി വെന്തിട്ട് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞുങ്ങാണ്ടൊന്ന് ഉടക്കണം. അപ്പോൾ കണ്ടോ, ഇതാദ്യം ഇട്ട് കൊടുത്തിക്കണ് ഉരുളക്കിഴങ്ങും എല്ലാം, തക്കാളിയും, പിന്നെ ഒരു പച്ചമുളകും, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച്, പിന്നെ ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഇനി മിക്കവാറും സാധനത്തേക്ക് ഒപ്പിട്ടുങ്ങാണ്ട് വേവിക്കാറില്ല. അതൊരു ടിപ്പാണ്. അത് ഒരു എന്താ പറയുക, അതങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ അതവിടെ കിടന്ന് തീ വെച്ചു. പിന്നെ ഞാൻ രാവിലേക്ക് ലേശം ചീയപ്പത്തിന് അരി വെള്ളത്തിലിട്ടിരുന്നു തലേന്ന്. അത് അരച്ചു. അപ്പോഴത്തിന് നമ്മൾ കുക്കർ വിസിൽ വന്ന് 2, 3, 4 വിസിലടിച്ചപ്പോഴത്തിന് പയറും എല്ലാം ഉഷാറായി വന്നിരിക്കുന്നു. പിന്നെ ഞാൻ അതിൽ കിഴങ്ങിന് കോരി മാറ്റിയാണ് കേട്ടോ. നമുക്കതിൻ്റെ തൊലി കളയണമല്ലോ. അത് കോരി മാറ്റിങ്ങാണ്ട് അതിൻ്റെ തൊലി ഞാൻ എടുത്തുങ്ങാണ്ട് കളഞ്ഞു. കിഴങ്ങൊന്ന് ഉടച്ചിടണം കേട്ടോ. ഇനി കണ്ടോ, അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാണ്ട് പറയട്ടോ നിങ്ങൾ. എന്നെങ്കിലല്ലേ നമുക്ക് വീഡിയോ ഇടാനൊരു ഉഷാറിട്ടുള്ളൂ. അത് വ്യൂസ് ഉണ്ട്, ആരും കമൻറ്റ് ഇടുന്നില്ല. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഒന്ന് ഇട്ടാൽ മതിയല്ലോ. എന്നായിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞുങ്ങാണ്ട് ഞാൻ ഇതിലിട്ടുങ്ങാണ്ട് ഉരുളക്കിഴങ്ങും പയറും ഉള്ളിയും തക്കാളിയും ഒക്കെ പാടൊന്നും ഇട്ട് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. എന്നതിൽ നല്ലൊരു കൊഴുപ്പുണ്ടാവും കറിക്ക്. തേങ്ങ വേണമെന്നൊന്നുമില്ല, എന്നാൽ തേങ്ങ അരച്ചാൽ നല്ല ടേസ്റ്റുമാണ്. ഞാൻ കുറച്ച് തേങ്ങ, തോനെയൊന്നുമില്ല കേട്ടോ, കുറച്ച് തേങ്ങ എടുത്തുങ്ങാണ്ട് അരച്ച്. പിന്നെ ഈ ടൈമിലാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അങ്ങനെ കല്ലുപ്പാണ് ചേർത്തത്. അങ്ങനെ ആ ഉപ്പ് ചേർത്തുകൊണ്ട് നല്ലോണം വീണ്ടും ഒന്ന് ഇളക്കി ഉടച്ചു. ഇവിടെ മക്കൾ പച്ചക്കറി തിന്നൂല, പയറൊന്നും തിന്നൂല. അപ്പം ഇങ്ങനെ ഇളക്കി ഉടച്ചാൽ ആ കറിയിൽ അതിൻ്റെ ഇതുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇളക്കി ഉടച്ച്. ഇവിടെ അതിനെങ്കിലും ഉടനതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ പിന്നെ ശേഷം തേങ്ങ അരച്ചും കൊണ്ടേക്ക് പാർന്നു. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഒരു കുറുകിയ കറി തന്നെയാണ് കേട്ടോ. ഈ പരുവത്തിലാക്കി ഇനി ഒന്ന് തിളച്ച് വരട്ടോ. അപ്പോൾ അങ്ങനെ കറി നല്ലോണം തിളച്ച് വന്നു. ഗ്യാസ് ഓഫാക്കിയിട്ടോ ഞാൻ. ഇനി അടുപ്പ് കത്തിച്ചുങ്ങാണ്ട്, ഏതായാലും ഞാൻ അടുപ്പ് കത്തിച്ചുകൊണ്ട് അപ്പം ചൂടാൻ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ടേക്ക് ലേശം ഉള്ളിയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തു. കണ്ടോ, ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇനി ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. അറ്റൽമുളകൊന്നും ചേർക്കുന്നില്ല. ലേശം കരിയിപ്പിട്ടുകൊണ്ട് പിന്നെ ഇതാക്കുന്നു. ഇതില്ലെങ്കിലും മക്കൾക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ മറ്റേ മുളകിനയിൽ അലിച്ച് ചേർക്കും ചെയ്തിരിക്കുന്നത്, അത് ആവശ്യത്തിനുണ്ട്. പിന്നെ ഞാൻ ഒരു നുള്ളി ഗരം മസാലയാണ് കേട്ടോ ഈ വറവിടുന്ന ടൈമിൽ ഇട്ട് കൊടുത്തത്. നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുകൊണ്ടേ. അതേമാതിരത്തെ ചെറിയ ടിപ്സും ട്രിക്കും ഒക്കെയാണ് നമ്മളെടുത്തുള്ളത്. ചെറിയ കാര്യമാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുകൊണ്ട്. നിങ്ങളെ ഇങ്ങനെ എടുക്കലില്ലെങ്കിൽ അങ്ങനെ കറി വറവിട്ടുകൊണ്ട് അത് എടുത്ത് വെച്ചു. കണ്ടോ, അതാണ് നമ്മുടെ കറി. അടിപൊളിയായി വന്നിരിക്കുന്നത്, നല്ല ടേസ്റ്റുമാണ്. ഞാനിങ്ങനെ ടേസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടാവില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. അങ്ങനെ ചെയ്യലില്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു. കറി അവിടെ മൂടി വെച്ചു. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് തീ കത്തിച്ച് കൊടുത്തു. കണ്ടോ, നല്ല പുക വരുന്നുണ്ട്. നമുക്കിവിടെ ചിമ്മിനി ഉണ്ടായതുകൊണ്ട് പിന്നെ പുക പ്രശ്നമില്ല, നേരിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ചിമ്മിനി കൂടെ കയറിപ്പോകും. അത് കാണുന്നത് ഞാൻ ലേശം മുളക്, കാന്താരി മുളക് പഴുത്ത് നിന്നിനി അത് അടുപ്പത്ത് ഉണക്കാനിട്ടതാണ് കേട്ടോ. അപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് അത് കുറേ അയച്ചിനിട്ടിട്ട് നിങ്ങൾ കണ്ടെന്നേ കാണൽ തുടങ്ങിയിട്ടില്ലേ. അങ്ങനെ അതാ നമ്മൾ ചീയപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ചട്ടി ഉഷാറാണെങ്കിൽ ഞാൻ ചീയപ്പം ചൂടും, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഭാഗം വലിയ ഉഷാർ കിട്ടണില്ല ചട്ടിയിൽ. ഏതായാലും 2 ചുട്ടൊക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ട്രിക്ക് ചെയ്യട്ടോ. രണ്ടാമതും ചുടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് തീ ഏറിപ്പോയി, അതുകൊണ്ടായിരിക്കാം
അല്ലെങ്കിൽ ചട്ടി ഉഷാറായി കിട്ടലുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗം മൈൻഡ് വെക്കൂല കേട്ടോ. എനിക്കിഷ്ടമല്ല, കഴിയൂല. ഞാൻ അങ്ങനെ നൊടിഞ്ഞ പണി എടുക്കലില്ല. എങ്കിലും കാട്ടിങ്ങാണ്ട് ഞാനത് ഒഴിവാക്കലാണ്. എനിക്ക് കഴിയൂല, എനിക്കിഷ്ടമല്ല അതിന് ടൈം വേസ്റ്റ് ആക്കുന്നത്. കണ്ടോ, വലിയ കുഴപ്പമില്ല, എങ്കിലും അടിയിൽ കണ്ടോ പിടിച്ചിങ്ങാണ്ടാണ് കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചുടാനൊരു സുഖം കിട്ടില്ലല്ലോ. അങ്ങനെ വീണ്ടും ഒന്നും കൂടി പാർന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീണ്ടും ഒന്നും കൂടി പാർന്നിട്ട് അടുപ്പിൽ ലേശം വെള്ളമൊക്കെ തളിച്ചുകൊണ്ട് തീ ഒന്ന് നോർമലാക്കി. പിന്നെ തീ വേണ്ടാത്ത ടൈമിൽ നല്ലോണം കത്തുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നല്ല സുഖമാണ് കേട്ടോ. തീ എത്തിക്കാൻ നല്ല ഉഷാറാണ്. അങ്ങനെ അതിൽ വീണ്ടും കിട്ടണില്ല. അതിൽ ഞാൻ എന്തിട്ട് അറിയോ, ഒരു മുട്ട എടുത്തു, കോഴിമുട്ട എടുത്തുകൊണ്ട് നേരെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തൊക്കെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല മുട്ടൻ്റെ ചുവക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാട്ടണം, ഒരു ഗ്ലാസ്സിക്ക് ലേശം ഒരു മുട്ട ഉടച്ച് പാർന്നിട്ട് ഒരു കയ്യിൽ മാവ് ആ ഗ്ലാസ്സിക്ക് പാർന്നിട്ട് അത് നല്ലോണം അടിച്ചിട്ട് ഈ ചട്ടിയിൽ പാർന്നു കൊടുത്താൽ മതി. വെറുതെ മുട്ട പൊരിച്ചാലും മതി, പക്ഷേ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ അപ്പം കൊടുക്കുമ്പോൾ നല്ലതല്ലേ. അങ്ങനെ അവിടെ മുട്ട പൊരിച്ചാൽ ആരും കഴിക്കൂല. അപ്പോൾ പിന്നെ ഞാൻ എന്തിട്ടി ഇതിൽ ഒന്നായിട്ടാണ് മിക്സ് ചെയ്തു. ഇനി കണ്ടുകൊണ്ടിട്ടോ അപ്പം കിട്ടണ ഉഷാറ് നിങ്ങളിങ്ങനെ ചെയ്യലുണ്ടോ? അതോ മുട്ട വെറുതെ പാർന്ന് പൊരിച്ചാലും കിട്ടും. കണ്ടോ, എന്താ പറയുക, ഒരിങ്ങനെ പോരും, നല്ല മയത്തിലിങ്ങനെ പോരും, ഉഷാറായി കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്പം ചൂടാൻ തന്നെ ഒരു സുഖമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഒരു മടുപ്പ് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു പണിയാവും. കണ്ടോ, ഞാൻ കാണിച്ചു തരട്ടോ, അതാണ്ടാണ്. അപ്പം മൂടിയതൊന്ന് തുറന്ന് വെച്ചു, ഉഷാറായി. കണ്ടോ, എടുത്തിട്ടാണ് പോരും. അതൊരു ടിപ്പാണ് കേട്ടോ. ചെയ്യലുണ്ടാവും, എങ്കിലും ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത സവാളയെന്ന് കരുതിയാൽ എനിക്ക് അങ്ങനെ ഒരു സുഖം കിട്ടലില്ല കേട്ടോ. അതേമാതിരി ചിലവർ എണ്ണയൊക്കെ അതിനൊന്നും എനിക്ക് ഇത്ര പെർഫെക്റ്റായി കിട്ടില്ല. പിന്നെ ഞാൻ